നമസ്കാരം. പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ധൂർത്തിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കേരളത്തിൽ ഇതിനു മുമ്പ് ഭരിച്ച ഭരണാധികാരികൾക്കോ ഭാരതത്തിൽ എവിടെയെങ്കിലും ഭരിക്കുന്ന ഭരണാധികാരികൾക്കോ കഴിയില്ല എന്നതാണ്. പൊതുഖജനാവിൽ കിടക്കുന്ന പണം എങ്ങനെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയും സ്വന്തം പാർട്ടിക്കാരുടെ ആവശ്യത്തിന് വേണ്ടിയും ധൂർത്തടിക്കാം എന്നതിനെക്കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത ഒരു നിലപാടാണ് ധൂർത്തിനനുകൂലമായി പിണറായി എടുക്കുന്നത്. നമ്മൾ ഒരുപാട് വാർത്തകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ സർക്കാർ ഫണ്ട് എങ്ങനെ ദുരുപയോഗിക്കാം, സർക്കാർ ഫണ്ട് എങ്ങനെ അടിച്ചു മാറ്റാം എന്നതിൽ വലിയ ഗവേഷണം തന്നെ നടത്തുന്നുണ്ട്. അതിനുവേണ്ടിയാണ് വാസ്തവത്തിൽ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് രൂപം കൊടുത്തത് പോലും. ഇപ്പം നമ്മൾ കണ്ടു 500 വീട് വയ്ക്കും എന്ന് ഉറപ്പില്ല സർക്കാരിന്. ഇപ്പോഴും പറയുന്നത് മേപ്പാടി പഞ്ചായത്തിൽ ദുരിതബാധിതരായ മനുഷ്യർക്ക് വേണ്ടി 500 വീട് പരമാവധി വയ്ക്കാം. ഈ 500 വീടുകൾക്ക് വേണ്ടി 2 ടൗൺഷിപ്പുകൾ ഉണ്ടാക്കാൻ, ഈ ടൗൺഷിപ്പ് എന്ന് പറയുന്നത് 1000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടും 5 സെൻറ്റുമാണ്. പകുതി പേർക്ക് 5 സെൻറ്റാണ്, ബാക്കിയുള്ളവർക്ക് 8 സെൻറ്റും. അതിനപ്പുറത്തേക്കില്ല. അവർക്ക് വലിയ സൗകര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കുന്നില്ല. അതിനുവേണ്ടി 750 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അതായത് ശരാശരി ഏതാണ്ട് 1.5 കോടി രൂപ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മാണത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. ഇത് സർക്കാരിന് മാത്രമേ കഴിയൂ. ഒരു വീട് വയ്ക്കാൻ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ആളുകൾ പണം ചോദിച്ചാൽ 4 ലക്ഷം രൂപ മതി എന്ന് പറയുന്ന സർക്കാർ മുഖ്യമന്ത്രിക്ക് ചാണകക്കുഴി കിട്ടുമ്പോൾ 40 ലക്ഷം രൂപ അനുവദിക്കും. അതിൻ്റെ തുടർച്ചയാണ് സർക്കാർ ഊരാളുങ്കൽ സൊസൈറ്റിയെ കൊണ്ട് വീട് നിർമ്മിച്ചു കൊടുക്കുമ്പോൾ 1.5 കോടി രൂപ കൊടുക്കും 1000 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കാൻ. ഇവിടെ മറ്റൊരു ദുരന്തം കൂടിയുണ്ട്. അനേകം സന്നദ്ധ സംഘടനകൾ സൗജന്യമായി വീട് നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അവസരം കൊടുക്കുന്നില്ല. കാരണം സർക്കാരിൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന പണം ദുരുപയോഗിക്കണമെങ്കിൽ, ധൂർത്തടിക്കണമെങ്കിൽ മറ്റു വഴിയൊന്നുമില്ല. ഇങ്ങനെ എങ്ങനെയെല്ലാം പണം അടിച്ചു മാറ്റാമോ എന്നതിനെക്കുറിച്ച് ധൂർത്തടിക്കുന്ന സർക്കാരിൻ്റെ നേരത്തെ മുതൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു ധൂർത്തിൻ്റെ പുതിയ വിശദാംശങ്ങൾ ഇന്നത്തെ കേരള കൗമുദി പത്രം കൊടുത്തിട്ടുണ്ട്. അതാ കേരള കൗമുദിയിൽ വന്ന വിവരം ഞാൻ ഒന്ന് ആവർത്തിക്കുന്നു, അതിൻ്റെ ഭയാനകത ജനങ്ങളുടെ മുമ്പിൽ വിവരിച്ചുകൊണ്ട്. നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്രകാരം പോലീസിൽ നിന്ന് ഫണ്ട് പ്രത്യേകം നീക്കി വെച്ചുകൊണ്ട് ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിരുന്നു. വലിയ വിവാദമായിരുന്നു. ആദ്യം ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തപ്പോൾ 22.5 കോടി രൂപ അതിന് വാടക ഇനത്തിൽ ചെലവായി. എന്നിട്ട് അത് തിരിച്ചു കൊടുത്തു. വീണ്ടും മറ്റൊരു ഹെലികോപ്റ്റർ 2023 സെപ്റ്റംബറിൽ എടുത്തു. ഏതാണ്ട് 1.5 കൊല്ലത്തോളം ആകുന്നു ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ട്. ഈ ഹെലികോപ്റ്റർ ചാലക്കുടിക്കടുത്ത് പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇത് ഒരാവശ്യത്തിനും ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ. ഒരാവശ്യത്തിനും ഇതൊരു ഉപയോഗിച്ചിട്ടില്ല. വല്ലപ്പോഴും ഇത് മാവോയിസ്റ്റ് വേട്ട എന്ന് പറഞ്ഞ് കോഴിക്കോട് വരെ പോകും. കാട്ടിലേക്ക് കയറാൻ ധൈര്യമില്ല, അതിനുള്ള സംവിധാനമില്ല, ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കാട്ടിൽ കയറിയില്ല, അവർക്ക് പേടിയാണ്. വയനാട് ദുരിതം ഉണ്ടായപ്പോൾ നമ്മൾ കണ്ടതാണ്. ആ ഹെലികോപ്റ്റർ പരിസര പ്രദേശത്തേക്ക് വന്നിട്ടില്ല. അതായത് പ്രതികൂല സാഹചര്യത്തിൽ എത്താൻ പറ്റുന്നൊരു ഹെലികോപ്റ്റർ അല്ല. മുഖ്യമന്ത്രി വല്ലപ്പോഴുമൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. 1-2 അവയവങ്ങളുമായി ഇത് പോയിട്ടുണ്ട്. പിന്നെ കടമ നിറവേറ്റാൻ വേണ്ടി ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലപ്പോഴും തിരുവനന്തപുരത്ത് കൊണ്ടുവരും, വല്ലപ്പോഴും കോഴിക്കോട് കൊണ്ടുവരും. അങ്ങനെ ഇതിട്ട് ഓടിച്ച് ഇതിന് വാടക കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മാസത്തെ വാടക 80 ലക്ഷം രൂപയാണ്. ഈ 80 ലക്ഷം രൂപ എന്ന് പറയുന്നത് 20 മണിക്കൂർ മാത്രം ഉപയോഗിക്കേണ്ടതിൻ്റെ വാടകയാണ്. അതിലപ്പുറത്തേക്ക് പോയാൽ ഓരോ മണിക്കൂറും 90,000 രൂപ കൊടുക്കണം. അത് അക്കാര്യത്തിൽ മാത്രം ഈ ഹെലികോപ്റ്റർ സൂക്ഷിപ്പുകാരുടെ നന്ദിയുണ്ട്. കാരണം അവർ 20 മണിക്കൂറിൽ കൂടുതൽ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. 20 മണിക്കൂറിൽ താഴെ ഉപയോഗം നിലനിർത്തി 80 ലക്ഷം രൂപ വീതം കൊടുക്കുന്നു. ഇതുവരെ ഈ ഹെലികോപ്റ്ററും ഇതിന് മുൻപത്തെ ഹെലികോപ്റ്ററും വാടക ഇനത്തിൽ ചെലവാക്കിയിരിക്കുന്ന 33 കോടി 23 ലക്ഷം രൂപയാണ്. ഈ ഹെലികോപ്റ്ററിൻ്റെ കരാർ കഴിയുമ്പോൾ 62 കോടി രൂപയായി മാറും. ഈ ഒരു 2 വർഷം കൂടി ഇതിന് കരാറുണ്ട്. 62 കോടി രൂപയായി മാറും. നമ്മളൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഹെലികോപ്റ്റർ വാങ്ങാനുള്ള ചെലവ് 60 കോടി മുതൽ 100 കോടി രൂപ വരെയാണ്. എത്രയും രൂപ കൊടുത്താൽ ഒരു ഹെലികോപ്റ്റർ വാങ്ങാം. അവിടെയാണ് നമ്മൾ ഈ ഹെലികോപ്റ്റർ ഇപ്പോൾ വാടകയ്ക്ക് എടുത്ത് ഏതാണ്ട് ഹെലികോപ്റ്റർ വാങ്ങുന്നതിന് പകുതിയോളം പണം മുടക്കി. ഇനി വരുന്ന 1.5 വർഷം കൊണ്ട് ബാക്കി പണം കൂടി മുടക്കി ഹെലികോപ്റ്റർ വാങ്ങുന്നതിനേക്കാൾ ചെലവാക്കാൻ പോകുന്നത്. ഉപയോഗമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, വെറുതെ പാർക്ക് ചെയ്തിരിക്കുന്നു. ചീഫ് സെക്രട്ടറിക്കും ഗവർണർക്കും ഒക്കെ കയറാമെന്ന് പറയുന്നെങ്കിലും അവർക്കൊക്കെ പേടിയാണ്, കയറുകയില്ല. മുഖ്യമന്ത്രി വല്ലപ്പോഴും മടുക്കുമ്പോൾ ഒരു രസത്തിന് ഇതിലെ കയറി യാത്ര ചെയ്യുന്നതൊഴിച്ചാൽ മറ്റൊന്നും ചെയ്യുന്നില്ല. ഈ ഹെലികോപ്റ്റർ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുന്നത് എന്നതിന് ഉത്തരമില്ല. ഇത് യാതൊരു ഉത്തരവുമില്ല. ഇതൊരു ധൂർത്തൽ. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ചീഫ് സെക്രട്ടറി ഔദ്യോഗികമായി ആവശ്യപ്പെട്ടാൽ വ്യോമസേനയും നാവികസേനയും ഹെലികോപ്റ്റർ നൽകും. അതിന് വാടക കൊടുക്കണം. അന്ന് നിയമമാണ്. ഈ വാടക സാങ്കേതികമാണ്. വലിയ ദുരന്തമുണ്ടായാൽ, ഇപ്പോൾ വയനാട്ടിലെ ദുരന്തമുണ്ടായപ്പോൾ വ്യോമസേന ഹെലികോപ്റ്റർ നൽകി.
അതിന് വലിയ ബില്ലയച്ചു എന്ന് പറഞ്ഞ് വാർത്തയുണ്ടാക്കി. പക്ഷെ അതൊരു സാങ്കേതിക പ്രശ്നം മാത്രമാണ്. ബില്ലയക്കും, അത് വരവ് വെക്കും, അല്ലാതെ കണക്കപ്പെടുത്താതിരിക്കാൻ കഴിയില്ല. പണം കൊടുക്കേണ്ടതില്ല. പക്ഷേ ഇനി പണം കൊടുക്കണമെങ്കിൽ പോലും അത്തരമൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിന് കൊടുത്താൽ മതിയാവും. ഇത്രയും പണമാവില്ല. മണിക്കൂറിന് 90,000 രൂപ അല്ലെങ്കിൽ 20 മണിക്കൂറിന് 80 ലക്ഷം രൂപ ആവില്ല. അപ്പോൾ ഇതെന്തിനു വേണ്ടിയാണ്? ഇങ്ങനൊരു ഹെലികോപ്റ്റർ എന്തിനു വേണ്ടി? അത്യാവശ്യ സാഹചര്യം ഉണ്ടായാൽ അപ്പോൾ തന്നെ നമുക്ക് നാവികസേനയുണ്ട്, വ്യോമസേനയുണ്ട്, കരസേനയുണ്ട്, ഹെലികോപ്റ്ററോ വിമാനമോ കൊണ്ടുവരും. നമുക്കറിയാം, കാനഡയിൽ എയർ ഇന്ത്യയുടെ ഒരു വിമാനത്തിനെ ബോംബ് ഭീഷണിയെ തുടർന്ന് ലാൻഡ് ചെയ്യേണ്ടി വന്നു. ആ വിമാനം തിരിച്ച് അമേരിക്കയിലേക്ക് അയച്ചത് കനേഡിയൻ വ്യോമസേനയുടെ വിമാനത്തിൻ്റെ അകമ്പടിയോടെ. അങ്ങനെയുള്ള സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഇതിൻ്റെ പിന്നിലെ ഇടപാടുകൾ പരിശോധിക്കേണ്ടതില്ലേ? ഒരുപക്ഷെ കമ്പനിയുടെ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത ഇനത്തിൽ വലിയ കമ്മീഷൻ നടന്നിട്ടുണ്ടാവാം. നമുക്ക് ഉറപ്പൊന്നുമില്ല, തെളിവൊന്നുമില്ല, നമ്മൾ അറിയാൻ പോകുന്നില്ല. കാരണം ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുമ്പോൾ അവരെ വാടക നിശ്ചയിക്കുന്നു, ഇൻവോയ്സ് കൊടുക്കുന്നു, വാങ്ങുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഏതെല്ലാം തരത്തിൽ ദൂർത്തടിക്കാൻ കഴിയുമോ അത്തരത്തിലൊക്കെ ദൂർത്തടിച്ച് നമ്മുടെ ഖജനാവ് മോശമാക്കുക എന്നത്, പണം അടിച്ചു മാറ്റുക എന്നത് നമ്മുടെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു അജണ്ടയുടെ ഭാഗമാണ്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഈ ഹെലികോപ്റ്റർ ഇങ്ങനെ വാടകയ്ക്ക് എടുത്ത് നമ്മുടെ ഖജനാവിലെ പണം ദൂർത്തടിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരനെ വീട് വയ്ക്കാൻ പോലും പണം കൊടുക്കുന്നില്ല. ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് അനുവദിച്ചവർക്ക് പണം കിട്ടാത്ത സാഹചര്യമുണ്ട്. എന്തായാലും ഈ ദൂർത്തിൻ്റെ ചരിത്രം ആളുകൾ അറിഞ്ഞുകൊണ്ടിരിക്കേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് ഇടയ്ക്കിടെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് മാത്രം.